ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്റർ നീയാ. എന്റെ ലൈഫിലെ ബെസ്റ്റ് ചാപ്റ്റർ നീയാ. ഇതിനൊക്കെ കാരണം നീയാണ്. ഇപ്പൊ ഈ വീട്ടിൽ ഇറങ്ങി പോണം. പോയാ കൊന്നുകളയും. ഐ ഡോണ്ട് മൈൻഡ്, അത് നിന്റെ പ്രശ്നമാണ്. കൊന്നുകളയെന്ന് പറഞ്ഞത് എന്നെയല്ല, നിങ്ങളെയാ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? വി ആർ ലിവിംഗ് ഇൻ എ സിസ്റ്റം. ഐ ആം എ ലോ ഒബീഡിങ് സിറ്റിസൺ. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. എന്റെ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തുമാത്രം പവർ ഉണ്ടെന്നേ ഒരേ ഒരു ഫോൺ കോൾ ഇപ്പൊ കാണിച്ചു തരും. ഡോ ശ്രീനാഥേ, നീ കമ്മീഷണറെ വിളിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. ആ കാളിയാറിന് നല്ല കണക്ഷൻസ് ഉണ്ട്. വാട്ട് യു മീൻ? ആ പാർവതിക്ക് പബ്ലിസിറ്റി ഇഷ്ടമാണ്. അതിനാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കുന്നത്. നിന്റെ സമയം ശരിയല്ല. നീയും അതിൽ പോയി പെട്ടു. ടെൻഷൻ വേണ്ട. നിന്റെ പ്രോബ്ലം സോൾവ് ആക്കാൻ ഒരു വഴിയുണ്ട്. മോഹനനെ വേണ്ടാന്ന് പറഞ്ഞത് സരസ്വതിയല്ലേ? വേണ്ടെന്ന് വെച്ചവൾക്ക് വേണമെന്ന് വെക്കാനും പറ്റും. അവളോട് മോഹനനോട് സ്നേഹത്തിൽ സംസാരിച്ച് അമ്മയോട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയാൻ പറ. മകൻ പറഞ്ഞാൽ അമ്മ സമ്മതിക്കും. അങ്ങനെ നിന്റെ പ്രോബ്ലം സോൾവ്. ദിസ് ഇസ് റെഡിക്കുലസ്. അപ്പൊ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? എനിക്ക് കഴിയുന്നതാ ഞാൻ പറഞ്ഞത്. ഹലോ ഹലോ ഹലോ. ഡാഡ് ടെൻഷൻ ആവണ്ട. നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഈ സിസ്റ്റത്തെക്കാൾ വലുതായി നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മുടെ പ്രോബ്ലം ഓൾറെഡി FBയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ FB ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. ദേ ആർ ഓൺ ദി വേ. സീ. വെരി ഗുഡ് മൈ സൺ, വെരി ഗുഡ്. മുതലാളി, നമ്മുടെ വീടിന്റെ മുമ്പിൽ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ. ഡാഡ് FB ഫ്രണ്ട്സാ. ഒറ്റ എണ്ണത്തിന്റെ പുറത്തു വിടരുത്. എന്താ ഇവിടെ ഈ വഴി എന്താ ക്ലോസ് ചെയ്തിരിക്കുന്നത്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. നോക്കിക്കോ, വഴി വിടുന്നതാ നിങ്ങൾക്ക് നല്ലത്. വാടാ വാടാ, തല്ലുകൊണ്ട് ചാവണ്ടേക്ക് ഓടിക്കും. എല്ലാവരും തിരിഞ്ഞോടിയല്ലേ? വാളും കത്തിയും കണ്ട സോഷ്യൽ മീഡിയ സൈലന്റ് ആവും. പുറത്ത് വെൽഡ് ചെയ്യുന്നവനും KCB-കാരനും പച്ചക്കറി ചായക്കട ഇസ്ത്രി ഇടുന്നവനും എല്ലാവരും ഗുണ്ടകളാ. 24 മണിക്കൂർ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ സാധ്യതയില്ല. മിസ്റ്റർ ഫേസ്ബുക്ക് പോരാളി, നീ ഈ വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി 24 hours ഈ വെള്ളം കൊണ്ട് വേണം നമ്മൾ എല്ലാവരും കഴിയാൻ. ഈ വീട്ടിലെ വാട്ടർ കണക്ഷൻ കട്ടായി കഴിഞ്ഞു. നമ്മുടെ സിസ്റ്റം പണമുള്ളവന്റെ കയ്യിലെ മ്യൂസിക് സിസ്റ്റം പോലെയാ. വേണമെങ്കിൽ ഓൺ ചെയ്യും, വേണ്ടെങ്കിൽ ഓഫ് ചെയ്യും. Don't try to defend your ഗുണ്ടായിസം. മുതലാളി, എനിക്ക് പുറത്തു പോകണം. അതിനിപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പുതിയ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഇനി ആര് നോക്കും? അവൾക്ക് അലർജി ഉണ്ട്, മരുന്ന് വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ വാങ്ങിക്കൊടുക്കൂ. അവളൊന്ന് കരഞ്ഞാ നിങ്ങൾ എന്ന് ആശ്വസിപ്പിക്കൂ. അവൾക്ക് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും അവളെ. അവൾക്ക് ദേ ഇവിടെ നര വന്നിട്ടുണ്ട്, അവിടെ ഡൈ അടിക്കണം. നിങ്ങൾ എന്നടിക്കൂ. അവൾക്ക് കുട്ടികളുണ്ടാവണം. നിങ്ങൾ അവൾ അവിടെ, ഞാനിവിടെ. എന്തൊരു കഷ്ടകാലമാ ദൈവമേ. കഷ്ടകാലം വീടിന് മുന്നിലാ, അവസരം വീടിന് പിന്നിലാ.
അച്ചമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ആംബുലൻസിനെ വിളിച്ചു. ഗുണ്ടകൾ കാണാതിരിക്കാൻ പുറകിലെ സ്ട്രീറ്റ് അഡ്രസ് ആണ് കൊടുത്തത്. ആംബുലൻസ് വന്നാലുടൻ നമുക്ക് എല്ലാവർക്കും നൈസ് ആയിട്ട് ഇവിടുത്തെ ബാക്ക് ഡോറിലൂടെ എസ്കേപ്പ് ആകാം. മുതലാളി, ആംബുലൻസ് വന്നാലും വേണ്ടില്ല, അച്ഛമ്മയെ കൊണ്ടുപോകാൻ കാലം വന്നാലും വേണ്ടില്ല, നമുക്ക് ഇവിടുന്ന് വേഗം എസ്കേപ്പ് ആവണം മുതലാളി. സ്നേഹം വിരൽ ചൂണ്ടി കൈക്കുമ്പിളിൽ നിൽക്കവേ സ്നേഹാർദ്രമാം മുതൽ കൂട്ടൻ പൊരുളറിയാൻ. സരസ്വതി വാതിൽ തുറക്ക്. സരസ്വതി വാതിൽ തുറക്കാൻ. വേഗം നടക്ക്. സരസ്വതി എല്ലാം ഓക്കെയാണ്. നടക്ക് നടക്ക്. ഓ ഓ ഓ നടക്ക് നടക്ക്. വേഗാവട്ടെ വേഗാവട്ടെ. ഇവിടെ എവിടെ ആംബുലൻസ്? വാ വാ വാ. ഇതൊരു ഒഴിഞ്ഞ പറമ്പാണല്ലോ. ഡാഡ്, അതാ ഞാൻ പറഞ്ഞ ആംബുലൻസ്. ആംബുലൻസ് വേറെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. വണ്ടി ഇവിടെ വന്നാലുടൻ നിങ്ങൾ ചാടി കയറിക്കോ. ഓക്കെ ഡാഡ്? ശരി, ഓക്കെ. ചേട്ടാ അവിടെയല്ല, ഇവിടെ 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 ഇവിടെയാ. ഞാനാ ഫോൺ ചെയ്തേ. പുറകോട്ട് വാ പുറകോട്ട് വാ. വാ വാ വാ. പുറകോട്ട് വാ പുറകോട്ട് വാ. സാർ, റൗഡികൾ, ഫൂൾസ്, അൺഎഡ്യൂക്കേറ്റഡ് അനിമൽസ് വീടിന് മുന്നിലുണ്ട്. കാളിയറണ്ണ, ആ പെണ്ണിന്റെ ബ്രദറ് അതിബുദ്ധി കാണിച്ചിട്ട് ഇവിടുന്ന് ചാടിപ്പോൻ നോക്കി. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അവനെ തൂക്കിയെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. തീർക്കട്ടെ. അവനെ കൊന്നിട്ട് നമുക്കൊരു ഉപയോഗവുമില്ല. അവനുള്ളതാ നമുക്ക് നല്ലത്. അവനെ മുറിവേൽപ്പിച്ച മാത്രം മതി. പിള്ളേരെ, അവന്റെ കൈയും കാലം കൊട്ടി. അയ്യോ സാറേ, വേണ്ട സാറേ, വേണ്ട സാറേ. അയ്യോ സാർ, ഒന്നും ചെയ്യല സാറേ. വേണ്ട സാറേ. സാറേ എന്റെ കൈ വിട്ടിരിക്കണേ സാറേ. അയ്യോ ആ പാർവതി വിടുവിക്കുന്നുണ്ടാ. ഓടിക്കോ. അവനെ പറഞ്ഞോട്. വണ്ടി എടുക്ക്, വേഗം വണ്ടി എടുക്കണം. വേഗം പോകാൻ. വണ്ടി എടുക്കണം. വേഗം 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 വേഗം. ഹലോ ശ്രീനാഥ് നായർ തീരുമാനിച്ചു. സ്വന്തം ഫാമിലി വേണോ അതോ ആ വക്കീല് മോനും വേണോ? ഫാമിലി മതി സാർ, ഫാമിലി മതി. എന്ത് വേണമെന്ന് പറയണം സാർ, അതുപോലെ ചെയ്യാം. ഞങ്ങളെ ജീവനോടെ വിട്ടാ മതി. മുംബൈക്ക് ഡൽഹിക്ക് ട്രാൻസ്ഫർ വാങ്ങി പൊക്കണം സാർ. പ്ലീസ് സാർ, പറയൂ സാർ, പറയൂ. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ്. മിസ്റ്റർ റാവ്, ഇതുപോലുള്ള ദ്രോഹികളുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കാൻ പാടില്ല. ഏയ് മോഹൻദാസ്, നിന്റെ അമ്മയോട് വായടയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. പാലിൽ വിഷം കലരും ഗ്യാസ് ബ്ലാസ്റ്റ് ആവും. ഇലക്ട്രിക് സർക്യൂട്ട് ഷോർട്ടായി വീട് തന്നെ കത്തിപ്പോവും. അവരെ കൊല്ലാൻ എന്റെ പക്കൽ 100 മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ നിനക്കിനി ഒരു മാർഗമേ ഉള്ളൂ. സാക്ഷിയെ എനിക്ക് തന്നേക്ക്. ഇനിയും വൈകിട്ടില്ല. നീ ബെസ്റ്റ് സണ്ണോ അതോ ബെസ്റ്റ് ലവർ ആണോന്ന് തെളിയിക്കുക. സാർ 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 നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. നടന്നത് എന്താണെന്ന് എന്റെ ചേച്ചി പറയും. കേക്ക് സാർ. വാ പറ. നീ അവനെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയടി. അതെ സർ, ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. നിന്റെ കഥ ആർക്കും കേൾക്കണ്ട. അവന് ഇഷ്ടമല്ലെന്ന് പറയടി. യെസ് സർ, ഐ ഹേറ്റ് ഹിം.